1 hour if you speak in tongues. 1 hour one day if you speak in tongues. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നിങ്ങൾ ഭാഷാപരത്തിൽ സംസാരിച്ചാൽ 1 hour in a day. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നിങ്ങൾ സംസാരിച്ചാൽ I'm telling you that 1 month ആ ഒരു മാസം മുഴുവൻ you will see a huge shift in your life. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ നിങ്ങൾ കാണും. Praying in tongues means ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ praying with the mysteries of God. ദൈവത്തിന്റെ രഹസ്യങ്ങളുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. Jesus was teaching them the lifestyle. യേശു അവരെ ഒരു ജീവിത ശൈലിയെ പഠിപ്പിക്കുകയായിരുന്നു. 40 days. 40 ദിവസം. Then Jesus said, എന്നിട്ട് യേശു പറഞ്ഞു, wait for the coming of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വരവിനായി നിങ്ങൾ കാത്തിരിക്കുക. When the Holy Spirit comes, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ you will be my witness. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. There will be a shift. അവിടുന്ന് ഒരു മാറ്റം ഉണ്ടാവും. From the kingdom into the kingdom of God. രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്. In that kingdom of God, ആ ദൈവരാജ്യത്തിൽ there is a life. ഒരു ജീവിതമുണ്ട്. Life of the new wine. പുതിയ വീഞ്ഞിന്റെ കുടിച്ച ജീവിതം. Life of the new wine. പുതു വീഞ്ഞിന്റെ ജീവിതം. What they comment on them is true. അവരെ പറ്റി എന്താണോ പറഞ്ഞത് അത് സത്യമാണ്. They were drunk. അതെ, അവർ കുടിച്ചിരുന്നു. They were drunk. അതെ, അവർ ഉന്മത്തരായിരുന്നു. But not the wine of this world. എന്നാൽ ഈ ലോകത്തിന്റെ ലഹരിയാലല്ല. But the wine of the kingdom of God. ദൈവരാജ്യത്തിന്റെ ലഹരിയാൽ. Hallelujah. Hallelujah. That wine took them from one place to other place. ആ ലഹരി അവരെ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി. That wine took them. ആ വീഞ്ഞ് അവരെ എടുത്തു കൊണ്ടുപോയി. From one place to other place. ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. They were not ready to make any compromise for any sickness. ഒരു രോഗത്തിനോട് കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറായില്ല. They started rebuking the power of sickness. അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഓരോ രോഗത്തെയും അവർ പുറത്താക്കി. They started rebuking the witchcraft. എല്ലാ മന്ത്രവാദത്തെയും അവർ പുറത്താക്കി. Every evil. എല്ലാ സാത്താന്റെ ശക്തികളും They started rebuking it. അവർ പുറത്താക്കാൻ ആരംഭിച്ചു. This is the power of the Holy Spirit. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. I'm telling you this first session. ഈ ഫസ്റ്റ് സെക്ഷനിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ. One thing you have to receive in fullness today. One thing you have to receive in fullness today. മുഴുവനായി സമ്പൂർണ്ണമായി ഒരു കാര്യം നിങ്ങൾ സ്വീകരിക്കണം. That's the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി. When I'm saying you have to receive, ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ don't misunderstand me. തെറ്റിദ്ധരിക്കരുത്. I know the teaching of the church. എനിക്കറിയാം സഭയുടെ പഠിപ്പീര് എന്താണെന്ന്. Church says, സഭ പറയുന്നു, through the sacraments, കുദാശകളിലൂടെ the Holy Spirit has given unto us. നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. That's why we have baptism and confirmation. അതുകൊണ്ടാണ് നമുക്ക് സ്ഥൈര്യലേപനവും മാമോദിസയും ഉള്ളത്. Hallelujah. Hallelujah. In the confirmation it is confirmed. സ്ഥൈര്യലേപനത്തിൽ നമുക്ക് കൺഫേം ആയി ഉറപ്പോടെ പറയുകയാണ്. That anointing of the Holy Spirit is there inside you. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന്. So nothing need to come from anywhere. എവിടെന്നോ ഒന്ന് പുതിയതൊന്ന് വരികയല്ല ചെയ്യുന്നത്. What is needed today? എന്താണ് നമുക്ക് ഇന്ന് ആവശ്യം? Realization. ആ തിരിച്ചറിവാണ് നമുക്ക് ഇന്ന് ആവശ്യം. I have Holy Spirit in me. എൻ്റെ ഉള്ളിൽ എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള തിരിച്ചറിവ്. I have the fruits and the gifts of the Holy Spirit in me. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും ദാനങ്ങളും ഉള്ളവനാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ്. I am able to release it. ഇതിനെ പുറത്തേക്ക് ഒഴുക്കുവാൻ ഞാൻ തയ്യാറാണ്, കഴിവുള്ളവനാണെന്നുള്ളത്. I am able to release it. ഞാൻ പുറത്തേക്ക് ഇതിനെ ഒഴുക്കുവാൻ കഴിവുള്ളവനാണെന്നുള്ള just a realization. ഒരു തിരിച്ചറിവ് മാത്രം മതി. It will make a big difference in your life. ഒരു വലിയ മാറ്റം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. When you are hearing the message tetelestai, സന്ദേശം നിങ്ങൾ കേൾക്കുന്ന നിമിഷം, tetelestai കേൾക്കുന്ന നിമിഷം, why this message is important? എന്തുകൊണ്ടാണ് ഈ സന്ദേശം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്? They receive the power of the Holy Spirit. ഇവിടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നിമിഷം. And Bible says, വചനം പറയുന്നു, word of the cross is foolishness for those who perish. നശിക്കപ്പെടുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ്. But it is the power of God. എന്നാൽ ദൈവത്തിന്റെ ശക്തിയാണിത്. For those who have been saved. രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തിയാണിത്. You are called for salvation. നിങ്ങൾ രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. Oh my God, you are called for salvation. നിങ്ങൾ രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. That's why. അതുകൊണ്ടാണ് power of the cross. കുരിശിന്റെ ശക്തി. Word of the cross. വചനത്തിന്റെ കുരിശിന്റെ വചനം.
It is moving for you powerfully and powerfully and powerfully. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ 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 ശക്തമായി ഇത് ചലിക്കുകയാണ്. I'm going to offer this prayer for each and every one of you. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ. Let this prayer be a miraculous prayer in your life. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തുന്ന ഒരു പ്രാർത്ഥനയായി മാറട്ടെ. Those who are joining online, ഓൺലൈനിൽ ഞങ്ങളോട് ആയിരിക്കുന്നവരെല്ലാവരും തന്നെ, I know you are not physically here within the Tetelestai retreat, എനിക്കറിയാം ശാരീരികമായി നിങ്ങൾ ഇന്ന് ഇവിടെ ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിലും, but don't miss any sessions. എന്നാൽ ഒരു സെക്ഷൻ പോലും നിങ്ങൾ മുടക്കരുത്. Next sessions will be 5:30. അടുത്ത സെക്ഷൻ 5:30 തന്നെ ആരംഭിക്കുന്നതായിരിക്കും. After the lunch break there will be counseling sessions, ലഞ്ച് ബ്രേക്കിന് ശേഷം കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. and our fathers will be here for confession. ഞങ്ങൾ വൈദികർ കുമ്പസാരിപ്പിക്കാനായിട്ട് ഇവിടെ Those who want ഉണ്ടായിരിക്കുന്നതായിരിക്കും. to go for confession, they can go for it. കുമ്പസാരിക്കാൻ പോകേണ്ടവർക്ക് കുമ്പസാരിക്കാൻ And I'm അവസരമുള്ളതാണ്. telling you, my dear brother and sister, എന്നാൽ എന്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, before you leave this place, ഈ സ്ഥലത്ത് നിന്ന് നിങ്ങൾ വിട്ടു പോകുന്നതിന് മുൻപ് you should have the experience of new wine. പുതുവീഞ്ഞിന്റെ അനുഭവവും പേറിയായിരിക്കണം നിങ്ങൾ പോവേണ്ടത്. Oh my God, I'm unable to balance myself, and I don't know what is happening in me. It is the flow of the Holy Spirit. It is the flow of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കുന്നതിന്റെ രീതിയാണ്. Each one will be enjoying. ഓരോരുത്തരും അത് അനുഭവിക്കും. Each one will be testing it. ഓരോരുത്തരും അതിന്റെ സാക്ഷ്യമായിട്ട് മാറും. Shalalalalalala. You will triumph over your circumstances. നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേലെ നിങ്ങൾ വിജയക്കൊടി പാറിക്കും. Situations will be same, സാഹചര്യങ്ങളെല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും വീണ്ടും, but you will move over it. എന്നാൽ നിങ്ങൾ അതിന്റെ മുകളിലൂടെ കടന്നു പോവും. Jerusalem is the same place where Jesus is crucified. ജെറുസലേം എന്ന് പറയുന്നത് യേശുവിനെ കുരിശിൽ തറച്ച അതേ സ്ഥലം തന്നെ ആയിരുന്നു. Same place. അതേ സ്ഥലം തന്നെ ആയിരുന്നു. But disciples are not same. എന്നാൽ ശിഷ്യന്മാർ പഴയ ആളുകളല്ലായിരുന്നു. Hallelujah. ഹല്ലേലൂയ. Jerusalem will be same. ജെറുസലേം എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കും. But you will never be the same. എന്നാൽ നിങ്ങൾ പഴയ ആളായിരിക്കുകയില്ല. Hallelujah. ഹല്ലേലൂയ. Now we pray, Lord, change our Jerusalem. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ജെറുസലേമിനെ മാറ്റണമേ കർത്താവേ എന്ന്. Oh Lord, change my Jerusalem. ഓ എന്റെ കർത്താവേ, ജെറുസലേമിനെ മാറ്റണമെന്ന് He is പ്രാർത്ഥിക്കുന്നു. not going to change your Jerusalem. യേശു ഒരിക്കലും നിങ്ങളുടെ ജെറുസലേമിനെ മാറ്റാൻ പോണില്ല. He is changing you and sending you to the same Jerusalem. അവൻ നിന്നെ മാറ്റിയിട്ട് അതേ ജെറുസലേമിലേക്ക് നിന്നെ അയക്കും.